ഹായ് ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ഓണം ടു ഓൾ. നാളെ തിരുവോണ ദിനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അത്തപ്പൂക്കളം റെഡിയാക്കാൻ പോവുകയാണ് ഞങ്ങൾ. ഒരു ചെറിയ രീതിയിലുള്ളൊരു ആഘോഷം. അങ്ങനെ അത്തം ഇടാനായി ചേട്ടനും പിള്ളേരും കൂടെ പോയി കുറച്ച് പൂവൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നു. നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ ലാസ്റ്റ് 2 ഇയറും ഞങ്ങൾ അത്തപ്പൂക്കളം ഒരു ചെറിയ രീതിയിലൊക്കെ ഇടുമായിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അത്തമിടാൻ പോകുന്നത്. അമ്മയും ചേട്ടനുമായിട്ടൊന്നും ഇതിനു മുന്നേ നമ്മൾ അത്തമൊന്നും ഇടാറില്ല. നമ്മൾ ആകെ വയ്ക്കുന്നത് സദ്യയും പിന്നെ ഓണക്കോടിയും അമ്പലത്തിൽ പോകും, ഇതൊക്കെ തന്നെയായിരുന്നു. അത്തപ്പൂക്കളം എങ്ങനെ ഒരുമിച്ചിട്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് മിസ്സാകുന്നതും അമ്പലത്തിൽ പോക്ക് തന്നെയാണ്. അമ്മയും ചേട്ടനും വന്ന നാൾ മുതൽ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ ഓരോ ചെറിയ ഫംഗ്ഷനും ഒരു ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മിക്ക കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെയായിരിക്കും കടന്നു വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. കഴിഞ്ഞ വർഷത്തെ തിരുവോണ ദിനം ഞങ്ങൾ ആഘോഷിച്ചത് ഇവിടുത്തെ ഫെർമോയ് അസോസിയേഷനിലെ ആൾക്കാരുമായിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ അമ്മയും ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ ഇത്രയും കാലവും ഓണം ആഘോഷിച്ചതിൽ നിന്നും ഡിഫറെൻ്റ് ആയിരുന്നു ഈ വർഷത്തെ ഇപ്പോഴത്തെ ഓണം. കാരണം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഈ അത്തപ്പൂക്കളം ഇടുന്നതും ഓരോ കാര്യത്തിനും ഒരുമിച്ച് നിൽക്കുമ്പോഴും കിട്ടുന്ന ആ ഒരു സന്തോഷവും ഓർമ്മകളും എല്ലാം ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും ചേട്ടൻ കാരണം ഇത്രയും പൂക്കൾ കിട്ടി. ഈ പ്രാവശ്യത്തെ അത്തപ്പൂക്കളം ഇടാനായിട്ട് ഫ്രീ ആയിട്ടാണല്ലോ ഇത്രയും പൂക്കൾ കിട്ടിയത്. അപ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന നാട്ടിൽ ലാസ്റ്റ് ടൈം ഓണം ആഘോഷിച്ചതാണ്. അപ്പോൾ അന്നേരം ഞാൻ ചാച്ചനോട് പറയും, എവിടെയെങ്കിലും പൂവാണെന്നെങ്കിൽ നമുക്ക് പറിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പൂ സംഘടിപ്പിക്കാമെന്നാണ് ആദ്യം വിചാരിക്കുന്നത്. അപ്പം ചാച്ചൻ അതിനൊക്കെ ഒരു മടിയാണ്. അപ്പോൾ നമ്മൾ അവസാനം പൈസ കൊടുത്ത് തന്നെ മേടിക്കും. പൈസ കൊടുത്ത് മേടിക്കാൻ കയറുമ്പോഴോ ഓരോ പൂവിനും ഭയങ്കര വിലയാണ്. അപ്പോൾ നമുക്ക് കാക്കിലോ എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുമ്പിളിൽ ഇങ്ങനെ കിട്ടുള്ളൂ, കൈപ്പിടിയിൽ. അന്നേരം അത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു അത്തപ്പൂക്കളമൊക്കെ ഒപ്പിക്കും. അപ്പോൾ രാവിലെ എല്ലാവരും എണീച്ച് കുളിച്ച് കുട്ടപ്പനൊക്കെ ആയി വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ കാപ്പിയൊക്കെ കുടിക്കുവാണ് എല്ലാവരും. ഇനി അത് കഴിഞ്ഞിട്ട് വേണം സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കൂട്ടാനായിട്ട് ഒരുക്കാൻ. അപ്പോൾ അമ്മ ഉള്ളത് കൊണ്ട് അമ്മ തന്നെ കുറേയേറെ പണിയെല്ലാം ചെയ്തായിരുന്നു. നമ്മൾ വർഷങ്ങളായിട്ട് പാൽപ്പായസമാണ് വയ്ക്കാറ്, സേമിയ. ഇതാദ്യമായിട്ടാണ് ഇപ്രാവശ്യം കടലപ്പായസം വെച്ചത് തന്നെ. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ കടലപ്പായസം വയ്ക്കുന്നത്. അല്ലെങ്കിൽ എളുപ്പം നമുക്ക് സേമിയയല്ലേ. നിങ്ങളുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണോ? ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറയും പോലെയാണ് അതിൻ്റെ ഇടയിൽ ഒരു ആനിവേഴ്സറിയും കൂടെ വന്നു കയറിയത്. അങ്ങനെ അതിൻ്റെ ഒരു കേക്കും കൂടെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. French operette. ഓണക്കോടിയൊന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൗസ് ഓണറിന് ഇച്ചിരി പായസം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവരുടെ വീട്ടിൽ വരുന്നത്. ഞങ്ങളുടെ വീടിന് കുറച്ചടുത്ത് തന്നെയാണ് അവരുടെ വീടും. അപ്പോൾ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അവരിത് കഴിക്കുമോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഷോണ് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഷോണിന് പുള്ളി അകത്ത് പോയി ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നു ഞങ്ങളെ ഫോട്ടോ എടുക്കാനായിട്ട്. മിസ്റ്റർ ഷോണും എവിടെ പോകാൻ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളും അധിക നേരം അവിടെ നിന്നില്ല. കൊടുത്തിട്ട് ഫോട്ടോയും എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അടുത്ത നമ്മുടെ പ്രധാന പരിപാടിയായ ഓണസദ്യയിലേക്ക് കടന്നിരിക്കുകയാണ്. ചെറിയ കുറച്ച് കറികളൊക്കെ വെച്ചിട്ട് നമ്മുടെ ചെറിയൊരു സദ്യ.
റിഷാൻ നമ്മുടെ കൂടെ വിളമ്പാനൊക്കെ കൂടിയായിരുന്നു. യുവിക്കുട്ടൻ ആദ്യമേ വന്നിരുന്നു, അത് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു 100 ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കടന്നു. കേക്കിൻ്റെ ഡെക്കറേഷൻ കൊടുക്കുന്നത് ഇപ്രാവശ്യം ചാച്ചനായിരുന്നു. അങ്ങനെ ചാച്ചന് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേഷനൊക്കെ കൊടുത്തു, ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തു. ഡെക്കറേറ്റ് ചെയ്ത് അവസാനം ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ. അങ്ങനെ ഞങ്ങളുടെ നീണ്ട 11 വർഷത്തെ മാരേജ് ലൈഫ് ഇതാ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.